ഹലോ ചിക്കേഴ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. എന്നെ അറിയുന്ന ഏറെക്കുറെ എല്ലാവരും ചോദിക്കുന്നതാണ്, എന്താ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ, എന്താണ് എൻ്റെ സ്കിന്നിങ്ങനെ ഗ്ലോ ആയിരിക്കുന്നത്, ഒരു പിമ്പിൾസോ ഡാർക്ക് മാർക്സോ ഒന്നുമില്ലാതെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്. സോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മെയിനായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല, എന്നാലും എനിക്കറിയുന്ന ഏറെക്കുറെ ടിപ്സുകളും പിന്നെ എൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം മെയിനായിട്ടുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഇനി സമയമൊന്നും ഇല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ മഞ്ഞപ്പൊടിയില്ലേ, നിങ്ങൾക്ക് നാട്ടിൽ പച്ചമഞ്ഞൾ കിട്ടും, ഇവിടെ പച്ചമഞ്ഞൾ കിട്ടും, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതിന് പകരം ഞാൻ മഞ്ഞപ്പൊടിയാണ് എടുക്കൽ. മഞ്ഞപ്പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് അത് ഫേസിൽ തേക്കുക. വലിയ കട്ടിയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് മതി. അത് ചാലിച്ച് തേച്ചിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് സ്റ്റീം ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഫേസെല്ലാം കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് ആവും, പിന്നെ നമ്മുടെ ടാനൊക്കെ പോവും. അപ്പോൾ അതൊരു സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. പിന്നെ ഇല്ലതെന്ന് വെച്ചാൽ, നമ്മുടെ പണ്ടോട്ടേ വീഡിയോ ഒക്കെ ഇല്ലയാണ്, ഫേമസ് ആയൊരു കാര്യമാണ് ഈ ടൊമാറ്റോയിൽ ഷുഗർ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യാന്നുള്ളത്. ആ സ്ക്രബ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ കുറേ പോകുന്നതാണ്. അതാണ് മെയിനായിട്ടുള്ള ടിപ്സ്. ഇനിയുള്ളത് വെച്ചാൽ എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. സ്കിൻ കെയർ റുട്ടീൻ: രാവിലെ എണ്ണിച്ചപാട് തന്നെ ഐസ് പിടിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഉണർവ് വന്ന് ഒരു ഗ്ലോ ഒക്കെ കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്താണെന്ന് വെച്ചാൽ രാവിലെ എണ്ണിക്കുമ്പോൾ എൻ്റെ ഫേസ് കുറച്ച് ഇൻഫ്ലമേഷൻ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഈ ഐസ് പിടിച്ചപാട് തന്നെ ഒരു നോർമലിൽ എത്തുന്നതാണ്. അപ്പോൾ അത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഫേഷ്യൽ ക്ലീനിങ് ജെല്ലാണ്. ഇത് സോപ്പ് പോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തേക്കുക, അത് മസാജ് ചെയ്തുകൊണ്ട് നിൽക്കണം. മസാജ് ചെയ്ത് ലാസ്റ്റ് ഇതൊന്നും പതേ ഒരു സാധനം കാണാനുണ്ടാവില്ല. കാണാതാകുമ്പോൾ നമ്മൾ അത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡീപ്പായിട്ട് ക്ലീനിങ് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടില്ല ടോണിക് വിറ്റാമിൻ സി. ഇതെൻ്റെ ഫേവറേറ്റാണ്. എന്താ വെച്ചാൽ, എനിക്ക് പണ്ട് വീണേൻ്റെയും ഒക്കെ പിന്നെ ചെറിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇത് തേച്ച് പിന്നെ പോയതാണ്. പിന്നെ അതേപോലെ ഫേസിനൊക്കെ കുറച്ചും കൂടെ കളറ് വന്ന പോലെയായി. അപ്പോൾ അതെല്ലാം ഇത് തേച്ച പിന്നെയാണ് ഒരു 2-3 മന്ത്സ്, ആ 2-3 മന്ത്സ് കൊണ്ട് എനിക്ക് ചെറിയ റിസൾട്ട് വന്നു തുടങ്ങി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈഡ്രേറ്റ് ആവാനുള്ള ക്രീം. ഇത് 24 hours ക്രീമാണ്. സാധാരണ മോർണിംഗിൻ്റെ ഉണ്ട്, ഡേയിൻ്റെ ഉണ്ട്, പിന്നെ നൈറ്റിൻ്റെ ഉണ്ട്, 24 hours ഉണ്ട്. ഞാൻ 24 hours വാങ്ങിച്ചത്. പിന്നെ ഉള്ളത് നമ്മുടെ ക്രീം, സൺസ്ക്രീൻ. അതും നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ മെയിനായിട്ട് തേക്കേണ്ടതാണ് സൺസ്ക്രീൻ. പിന്നെ നമ്മുടെ ലിപ്സും കെയർ ചെയ്യേണ്ടതാണ്. അതിന് ഞാൻ ഈ ടൊമാറ്റോ സ്ക്രബ് ചെയ്യില്ലേ, അന്നേരം ലിപ്സും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ഞാൻ ഈ ലിപ്പ് ഓയിലാണ് തേക്കാറ്. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും തരുമൊന്നുമില്ല, നമ്മുടെ നാച്ചുറൽ കളറിനെ തന്നെ ഒന്ന് ഗ്ലോ അപ്പ് ചെയ്യുക, അതാണ് ഇതില്ലേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തേച്ചാലും നമുക്കത്ര വലിയ റിസൾട്ട് കിട്ടും, പക്ഷെ എന്നാലും അതേപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പോവുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സസൈസ്, വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുമ്പം വെച്ചാൽ നമ്മുടെ ബ്ലഡെല്ലാം സർക്കുലേഷൻ നല്ലോണം ആകുമ്പോൾ അത് എല്ലാ സെല്ലിലെത്തി അത് നല്ലതാണ്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യണം. പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് സ്കിന്നെല്ലാം നല്ല വെള്ളം നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയാൽ എത്ര ഒരു 2-3 ലിറ്ററോളം ഒരു ഡെയിലി കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം തോന്നും. ഒരാഴ്ചക്കുള്ളിൽ നല്ല മാറ്റം വരും സ്കിന്നിന്. അപ്പോൾ വെള്ളവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇല്ലയെന്ന് വെച്ചാൽ വെള്ളമായി, വർക്കൗട്ടായി. ഇനിയുള്ളത് ഷുഗർ കട്ട്. എനിക്ക് മെയിനായിട്ടില്ല ഷുഗർ കട്ട്. ഷുഗർ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് പിമ്പിൾസ് വരും, പിന്നെ ഈ ഒരു ഗ്ലോ ഒന്നും കാണില്ല. അതൊരു സ്കിന്നിനൊക്കെ എനിക്ക് ഷുഗർ പറ്റില്ല, എനിക്ക് പറ്റുന്നതല്ല ഷുഗർ. അപ്പോൾ ഞാൻ ഷുഗർ കട്ടാണ്. ഷുഗർ എനിക്ക് പറ്റിയതല്ല. എനിക്കൊന്ന് ഏറെക്കുറെ എല്ലാവരും ഷുഗർ ഒന്ന് കട്ട് ചെയ്താൽ മാറ്റം കാണുന്നതാണ് ഫേസിന്.
അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ച എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെ തന്നെ. താങ്ക് യു.